വിശുദ്ധ സംഗമത്തിൽ ചെറുനൂറിൻ സാവിരെ വന്നു ഹല്ലേലൂയ പാടുവാൻ. ചെറുനൂറിൻ സാവിരെ വന്നു ഹല്ലേലൂയ പാടുവാൻ. ബുദ്ധിയുള്ള നിർമ്മല കന്യകെ പോൽ ഒരുങ്ങുന്നേ. ബുദ്ധിയുള്ള നിർമ്മല കന്യകെ പോൽ ഒരുങ്ങുന്നേ. മൽപ്രിയരേ എന്നെ സുനായകനേ എപ്പോൾ വരും. മൽപ്രിയരേ എന്നെ സുനായകനേ എപ്പോൾ വരും. ഒരു പാട്ട് പാടാം. 57-ാമത്തെ പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. യേശു ആയി ഉന്നതനാമൻ ആത്മസഹായം. യേശുവാരിലും ഉന്നതനാമൻ ആത്മസഹായവനേ. തായ് മറക്ക എങ്കിലും എന്നെ മറക്ക സ്നേഹിതനേ. ഏവരും എന്നെ കൈവെടിഞ്ഞാലും യേശുദാനൻ അരികിൽ കാണും. ഏതു ഖേദവും നീരും ഞാൻ തിരുമാറിൽ ചാരിടുമ്പോൾ. ഏതു ഖേദവും തീരും ഞാൻ തിരുമാറിൽ ചാരിടുമ്പോൾ. യേശുവാരിലും ഉന്നതനാമൻ ആത്മസഹായവനേ. എന്നെ തേടി വിണ്ണകരം വിട്ടോടിയ വന്നവനേ. എന്റെ പാപ ശാപമകറ്റാൻ ജീവനെ തന്നവനേ. എന്തിനും തന്തിരു സ്നേഹ പാശബന്ധം അഴിക്കുവാൻ കഴിയാതെന്നുമെന്നും ഞാനിനി അവനിലും അവനിനി എന്നിലുമാ. എന്നുമെന്നും ഞാനിനി അവനിലും അവനിനി എന്നിലുമാ. യേശുവാരിലും ഉന്നതനാമൻ ആത്മസഹായവനേ. മാനസമേ ചാരുക ദിനവും ഈ ദിവ്യ സ്നേഹിതനിൽ ധ്യാനം ചെയ്യുക തൻ തിരുസ്നേഹ മാധുരിമസന്തരവും. ഏതു ഖേദം വരികിലും പതറാ യേശുദാനിൻ ആശ്രയമതിനാൽ അന്ത്യത്തോളം ഒരു ദുഃഖ കുരിശിൽ ഉത്തമനാ. അന്ത്യത്തോളം ഒരു ദുഃഖ കുരിശിൽ ഉത്തമനാ കടനാ. യേശുവാരിലും ഉന്നതനാമൻ ആത്മസഹായവനേ. തായ് മറക്ക
സ്നേഹിതനേ, ഏവരും എന്നെ കൈവടിഞ്ഞാലും യേശുതാനൻ അരികിൽ കാണും. ഏതു ഖേദം തീരും ഞാൻ തിരുമാറിൽ ചാടിടുമ്പോൾ. ഏതു ഖേദവും തീരും ഞാൻ തിരുമാറിൽ ചാടിടുമ്പോൾ. യേശു ആരിലും ഉന്നതനാമൻ ആത്മസഹായവനേ. ഇപ്പോൾ സങ്കീർത്തനം വായിച്ചു നോക്കാം. 42 സങ്കീർത്തനം. മേൽക്കോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാവും? നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമാകുന്ന സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകർത്തുന്നു. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാവുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് എന്നെ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എൻ്റെ മീതെ കടന്നു തീർന്നു. യഹോവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനകൾ. നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം ഏതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നു എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയുന്നു. നിന്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എല്ലാ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ നിരങ്ങുന്നുണ്ട്. ദൈവത്തിൽ പ്രത്യാശിക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാവുന്നു. എന്നിങ്ങനെ ഞാൻ ഇനി അവനെ സ്തുതിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാണ്. ദൈവനാമത്തിലുണ്ടായിരിക്കട്ടെ. ഇന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രത്യേകിച്ച് കൈക്കുട്ടമ്പതിയിൽ മർത്തോമ ഇടവേളകാരിയായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ രഞ്ജിത അച്ഛൻ നമ്മൾ മധ്യത്തിലായിരിക്കുന്നു. അച്ഛനെ നമ്മുടെ ഇന്നത്തെ യോഗത്തിലേക്ക്, പ്രാർത്ഥന യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കാർമിക സേവ സംഘം മെമ്പേഴ്സ് സുവിശേഷകർ റോബർട്ട് എസ്, ലാലൻ വർഗീസ്, സുരേഷ് ജോൺസൺ, ശമുവലി വിദേശമാർ, അച്ഛനോടുള്ള ആദരവും സ്നേഹത്തിൻ്റെ പ്രകടനം അവർ വളരെ ദൂരം യാത്ര ചെയ്ത് ഇവിടെ ആയിരിക്കുന്നു. പ്രത്യേകം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ ശുശ്രൂഷ ചെയ്ത വീർനാവ് കർമ്മയിൽ മൊത്തമായ ഇടവയിലെ മെമ്പേഴ്സും നമ്മളൊപ്പം ആയിരിക്കുന്നു. അവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നമ്മളൊപ്പം തന്നെ ആയിരിക്കുന്ന റിട്ടയർഡായ ജോയ് സാറിനെ പ്രത്യേകം മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ അച്ഛൻ്റെ സ്കൂൾ വിസ്ഡം പബ്ലിക് സ്കൂൾ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിലെ ടീച്ചേഴ്സ്, സ്റ്റാഫ് എല്ലാവരും കടന്നിട്ടുണ്ട്. അവരെയും പ്രത്യേകം ഇന്നത്തെ നമ്മുടെ പ്രയർ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാറ്റൂർ സെന്റ് തോമസ് മാർത്തോമ ഇടവയിലെ ചുമതലക്കാർ, ജനങ്ങൾ, ഇടഭാഗങ്ങൾ എല്ലാവരെയും, അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരം സെൻറ്ററിലെ
പലയിടങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന മെമ്പേഴ്സ് എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് അച്ഛൻ്റെ നല്ല ഓർമ്മകളെ പങ്കിടുവാനായിട്ട് പി ജോർജ് സർ, മിസ്സിസ് ലൂസി വർഗീസ്, ഇവാഞ്ചലിസ്റ്റ് റോബർട്ട് സർ നമ്മുടെ പ്രസംഗത്തിന് ശേഷം അച്ഛനെ അനുസ്മരിക്കുന്നതാണ്. ഇവരെയും പ്രത്യേകം നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഇവാഞ്ചലിസ്റ്റ് ലാലൻ വർഗീസ് സാറിനെ ക്ഷണിച്ചു. യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും. തലമുറയോളം എൻ്റെ വിശ്വസ്തയെ ഞാൻ വർണ്ണിച്ചു. ഞങ്ങളുടെ പ്രിയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിൻ്റെ സായാഹ്ന വേളയോടടുത്ത ഈ നല്ല നിമിഷം ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് അപ്പാ പിതാവേ എന്ന തിരുമുഖത്തേക്ക് നോക്കി വിളിച്ച് അപേക്ഷിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഒരുക്കിയ നല്ല നിമിഷങ്ങൾക്കായിട്ട് നമ്മോട് സ്തോത്രം. പ്രത്യേകമായിട്ട് വൈദിക ശ്രേഷ്ഠ പദവിയുടെ മഹിമ മാർത്തോമാ സഭയ്ക്ക് മാത്രമല്ല, ഈ ദേശത്തിന് പ്രിയപ്പെട്ട വന്യ പിതാവ് ആയിരുന്ന ഇടങ്ങളിലൊക്കെ നിന്റെ മഹിമയെ വർണ്ണിക്കുവാൻ, ജീവിതത്തിൻ്റെ സാക്ഷ്യത്വം വഹിക്കുവാൻ ദൈവമേ പ്രിയ അച്ഛനിൽ കൂടി ഈ സമൂഹത്തിന് ലഭ്യമായ നന്മകളെ അയവിറക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച നല്ല നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുകയും അവൻ്റെ സ്തുതി എപ്പോഴും നാവിന്മേറുന്നുണ്ട്. ഈ പ്രിയ വന്യ പിതാവ് അച്ഛൻ്റെ ധന്യമായ ശുശ്രൂഷകൾ, അതിൻ്റെ നന്മകൾ അനുഭവിച്ച ഈ സമൂഹം, ഈ സഭ, ഈ ദേശം അച്ഛനെ ഓർക്കുന്ന നല്ല നിമിഷമായി ഒന്നിച്ചു കൂടിയിരുവാൻ ഇടവകയായി ദേശമായി ഒക്കെയും അവിടുന്ന് അവസരങ്ങൾ തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യും. അച്ഛന് ദാനമായി നൽകിയ മക്കളെ, അവരുടെ കുടുംബ അനുഭവങ്ങളെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി അച്ഛൻ്റെ മകൻ വർഗീസ് നായനാച്ചനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. പിതാവിനെ പോലെ വൈദിക ശുശ്രൂഷയിൽ പിതാവിൻ്റെ കാൽപ്പാടുകളെ പിന്തുടർന്ന് കർത്താവിൻ്റെ നല്ല ഭടനായി, ഉത്തമ സാക്ഷിയായി ആ വലിയ പാരമ്പര്യം പ്രിയാച്ഛനും നൽകിയല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു. അച്ഛൻ്റെ പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും ഒക്കെ ഏറ്റവും അനുകൂലമായി തീരുവാൻ ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റു മക്കളിലൊക്കെയും അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി അച്ഛൻ കൂടി നടന്ന ഇടവകയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ഇടവയിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അധ്യക്ഷനായിരിക്കുന്ന ഇടവക വികാരി അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആദ്യ ശുശ്രൂഷയുടെ അനുഭവങ്ങളാകുന്നല്ലോ. കഴിഞ്ഞ കാലങ്ങളൊക്കെയും അച്ഛൻ പ്രവർത്തിച്ച ഇടങ്ങളിലൊക്കെയും നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്യാം. അസിസ്റ്റന്റ് വികാരി അച്ഛനായിരിക്കുന്ന പെരി അച്ഛനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കും. വളരെ ദൂരെ സഞ്ചരിപ്പാൻ, ഈ കർത്താവിൻ്റെ കരത്തെ പിടിച്ച് മുന്നോട്ട് സഞ്ചരിപ്പാൻ പ്രിയാച്ഛനെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രഞ്ജനച്ഛനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഈ കൂടിവരവിന് തൻ്റെ സാന്നിധ്യവും പ്രാർത്ഥനയും നൽകുവാൻ തക്കവണ്ണം ഒരുക്കിയല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഇവിടെ ആയിരിക്കുന്ന പ്രിയാപുരുഷനായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ ആവശ്യങ്ങളെയും ദൈവം അറിയുന്നുണ്ടല്ലോ. ഈ വിശുദ്ധ ദിവസം നമ്മുടെ ആരാധനയിലും പ്രാർത്ഥനയിലും അനുഭവങ്ങളിലും ഒക്കെ നാം അനുഭവിച്ച കൃപ ഒന്നുകൂടി പ്രകാശിക്കുവാൻ
ആ കൃപ എന്നേക്കും പാടുവാൻ തക്കോണം ദൈവമേ ഞങ്ങളുടെ കൂടി വരവ് അനുഗ്രഹപ്രദമായി തീരണമേ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഞങ്ങൾ വെറുതെ വന്നു കർത്താവേ, ഞങ്ങൾ വെറുതെ പോകുന്നവരായിട്ടല്ല, ഞങ്ങൾ കൃപയോടെ വന്നു ആത്മാവിൽ ഇരട്ടി ശക്തി പ്രാപിച്ചു പോകുവാൻ തക്കോണം ഞങ്ങളുടെ ഉള്ളങ്ങളെ അറിയുന്ന, നിരൂപണങ്ങളെ അറിയുന്ന, ജീവിതങ്ങളെ ധന്യമാക്കുന്ന ദൈവമേ, ഈ കൂടി വന്ന എല്ലാവരുടെ മേലും നിന്റെ പരിശുദ്ധമാവനെ പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആത്മ നിറവുള്ളവരായിട്ട് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ഈ ജീവിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ എല്ലാ പ്രത്യേകമായ വിഷയങ്ങളിൽ, ഏതെങ്കിലും വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ഏതെങ്കിലും ആവശ്യങ്ങളെ നമുക്ക് ജീവിതത്തിൽ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ദൈവമേ വാഴ്ത്തണമെന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാമല്ലോ. ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വേളയിൽ നാം അറിഞ്ഞും അറിയാതെയുമുള്ള അനേക വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, ആവശ്യങ്ങളൊക്കെ ദൈവം അറിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ദൈവമേ, ഈ കൂടി വന്നിരിക്കുന്ന ഈ ജനത്തിന്റെ മേൽ നിന്റെ ആത്മാവിനെ അയച്ച് അവരുടെ ജീവിതത്തെ നീ ബലപ്പെടുത്തവനെ നിന്റെ ആത്മാവിൽ നിറയ്ക്കണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ധന്യമായ നല്ല വേളയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ച് കൂടി വരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പിതാവായിരിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ പ്രിയ ബഹുമാന വന്നിയ വൈദിക ശ്രേഷ്ഠന്റെ ധന്യമായ ജീവിതങ്ങളെ ഓർക്കുന്ന നിമിഷങ്ങളാക്കി പ്രിയ അച്ഛൻ കടന്നുപോയ വഴികളെ ഞങ്ങൾക്ക് അത് അനുഭവമാക്കി തീർക്കുവാൻ തക്കവണ്ണം നല്ല ദർശനമുള്ള സാക്ഷ്യമുള്ള ജീവിതത്തിന്റെ അനുഭവക്കാരെ തീരുവാൻ ഈ കാലങ്ങളിൽ ഞങ്ങളെ സഭയായി, ദേശമായി, ഇടവകയായി ഒരുക്കിയ നിന്റെ വലിയ കൃപയെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ് കർത്താവേ. അച്ഛന്റെ ധന്യമായ ശ്രേഷ്ഠമായ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം കർത്താവേ, ഈ ഇടവക, ഈ ദേശം, ഈ സഭ അത് ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ ഞങ്ങളുടെ കൂടിവരവ് കൂട്ടായ്മയൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനെ കടന്നു വന്ന എല്ലാ നിന്റെ മക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇടവകയെ അനുഗ്രഹിക്കണമേ കർത്താവേ. പാട്ടിടവയ്ക്കായി സ്തോത്രം. എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ക്ഷീണത്തിലെ വാർത്തക പ്രയാസങ്ങളൊക്കെ ആയിരിക്കുന്ന നിന്റെ ജനത്തിന്റെ മേൽ നിന്റെ ആത്മാവിൽ വിടുതലയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സങ്കടങ്ങളെ അറിയുമല്ലോ, ഞങ്ങളുടെ വേദനകളെ മനസ്സിലാക്കുമല്ലോ, ഞങ്ങളുടെ ആവശ്യത്തിന് അനുഗ്രഹങ്ങൾ തരുന്ന ദൈവമേ, നീ മാറ്റമില്ലാത്ത ദൈവം എന്ന് പറയുന്ന ആക്കണമേ. ഇന്നത്തെ ഈ ലോകത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, വചനം പറയുന്ന അച്ഛനായി സ്തോത്രം. കർത്താവേ, സാക്ഷ്യം പറയുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം. ഈ ഇടവകയുടെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവേ അച്ഛനായി പ്രാർത്ഥിക്കുന്നു, അച്ഛനായി പ്രാർത്ഥിക്കുന്നു, എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ കൂട്ടുവരവും ഞങ്ങളുടെ കൂട്ടായ്മയും ഞങ്ങളുടെ ആരാധനയെല്ലാം ദൈവമേ അങ്ങേക്ക് പ്രസാദമായി തീരുവാൻ യേശുമശിഹ മൂലം ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കുമാറാണമേ. ആമേൻ. നമുക്ക് വചന കേൾവിക്കാൻ വരുന്ന പാറ്റോസ് തോമസ് ഇടവയുടെ വികാരിയായിരിക്കുന്ന ഏരി തോമസിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 2 Corinthians chapter 5 verses 1-5. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞെരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല, ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഒരുപാടല്ല, മധ്യമായത് ജീവനാൽ നീ പോകേണ്ടത് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കുക. ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഇറങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയ ആത്മാവിനെ ആചാരമായി തന്നിരിക്കുന്ന ദൈവത്തെ പ്രിയപ്പെട്ട മേനാനിന്റെ ഓർമ്മയുടെ ചില ഏടുകൾ ഇന്ന് പലരും അവരുടെ ദാക്ഷ്യ ജീവിതത്തിലൂടെ പറയുന്ന നിമിഷങ്ങളാണ്. പ്രിയപ്പെട്ട അച്ഛൻ്റെ നല്ല ജീവിതത്തിനായി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. മതവ്യക്തിത്വങ്ങളും പല സ്നേഹിതരൊക്കെ അച്ഛനെ ഇന്ന് ഓർമ്മ സ്മരിക്കും. ഓരോ മരണവും നമ്മുടെ മുമ്പിൽ തരുന്ന ചില ഉൾക്കാഴ്ചകളുണ്ട്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ സൗന്ദര്യം, സൗരഭ്യം എന്ന് പറയുന്നത് അതിൻ്റെ
ഉയർത്തേണ്ടില്ല, പ്രത്യാശയില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകളാണ്. കൊരിന്ത്യരുടെ 2 ലേഖനം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, ആ അധ്യായം മുഴുവൻ തന്നെ പ്രത്യാശയുടെ വാക്കുകളാണ്. പൗലോസ് അപ്പോസ്തലനെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. കൂടാരപ്പണിക്കാരനായിരിക്കുന്ന പൗലോസ് കൊരിന്ത് എന്ന പട്ടണത്തിൽ അവരുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് ജീവിതത്തെയും അതിനുശേഷമുള്ള ജീവിതത്തെയും ഒന്ന് തട്ടിച്ച് നോക്കുന്ന വാക്കുകളാണ്. പറഞ്ഞു വിടുന്നത് എങ്ങനെയാണ്? കൂടാരമായ ഞങ്ങളുടെ ഭവഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ കെട്ടിടം ഞങ്ങൾ സ്വർഗത്തിൽ ഉണ്ട്. കൊരിന്ത് എന്ന് പറയുന്ന തുറമുഖ പട്ടണം എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ സൃഷ്ടിക്കുന്ന, കയറ്റുമതി ചെയ്യുന്ന ഒരു പട്ടണമാണ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കൂടാരപ്പണി, കൂടാരത്തിലെ ടെൻറ്റ്. നിങ്ങൾ കൊരിന്തിനെ പറ്റി പഠിക്കുമ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സിറ്റി എന്ന നിലയിൽ അന്നത്തെ കാലത്ത് ധാരാളം കൂടാരങ്ങളുടെ നിർമ്മാണം നിങ്ങൾക്ക് കാണാം. രണ്ടാമത് ഈ കൊരിന്തിൻ്റെ പ്രത്യേകത, അവിടുത്തെ ആളുകളെല്ലാം ആധാർമിക ജീവിതത്തിൽ നയിക്കുന്ന ആളുകൾ ഭൂരിപക്ഷവുമുണ്ട്. അവിടുത്തെ സഭയിലും അതുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ ഒരു ചൊല്ല് തന്നെയുണ്ട്, നീ വെറും ഒരു കൊരിന്തിനെ പോലെ ആകല്ലേ. അതുപോലെ ഒരു മോശ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ലുക്ക് ലൈക്ക് എ കൊരിന്തി. ഇത്രമാത്രം ജീവിതത്തെ അതിൻ്റെ തെറ്റായ ദിശയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളെ, അവരുടെ വേറൊരു വിശ്വാസമായിരുന്നു, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെ സാധ്യതകളും അതിൻ്റെ സന്തോഷം കണ്ടെത്തി ജീവിക്കുക. ഈ ശരീരം പോയി കഴിഞ്ഞാൽ, ഈ ജീവൻ പോയി കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ നിന്ന് പിന്നെ ഒന്നുമില്ല. അതുകൊണ്ട് മാക്സിമം പ്രഷർ, മാക്സിമം ഗ്രാബ് ചെയ്യുക, മാക്സിമം സന്തോഷം. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എത്ര സന്തോഷം ആർജിച്ചെടുക്കാമോ, എന്തൊക്കെ നേടിയെടുക്കാമോ, എന്തൊക്കെ പ്രഷർ ഉണ്ടാക്കാമോ, അതൊക്കെ ചെയ്യുക. ഈ ഒരു ചിന്ത ആ കൊരിന്ത് ദേശത്തും ഈ സഭയിൽ നടന്നുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ക്രിസ്ത്യ ജീവിതത്തെ തുലനം ചെയ്യുന്ന വാക്കുകളാണ് കൂടാരമായ ഞങ്ങളുടെ ഭവനമായിരുന്നു പോകും. പ്രധാനപ്പെട്ട 2 ചിന്തകളാണ്. ഒന്ന്, ഞാൻ അറിയുന്നതുണ്ട്. വാട്ട് ഐ നോ. എന്താ ഞാൻ അറിയുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ കെട്ടിടം സ്വർഗത്തിൽ ഉണ്ടെന്ന് ഞങ്ങൾ അറിയും. കൂടാരത്തിൻ്റെ പ്രത്യേകത അറിയാം. സാധാരണ പെട്ടെന്ന് ഒരു ടെമ്പററി അറേഞ്ച്മെൻ്റാണ് കൂടാരം ഉള്ളത്, അത്യാവശ്യങ്ങൾക്ക് മാത്രമാണ്. എന്നാൽ ആ ആവശ്യം കഴിയുമ്പോൾ ആ കൂടാരം അഴിച്ചു മാറ്റും. അപ്പോൾ കൂടാരം തുറക്കുമ്പോൾ നല്ല വർണ്ണങ്ങളാണ്. എന്നാൽ നോക്കൂ, കാലക്രമേണ അതെല്ലാം ചീത്തയിരിക്കും, അതിൻ്റെ കളറെല്ലാം മങ്ങിപ്പോകും. ടെമ്പററി അറേഞ്ച്മെൻ്റാണ് ഈ ലോകത്തെ ജീവിതമെന്ന് പൗലോസ് അപ്പോസ്തലൻ സഭയെ ഓർമ്മിക്കുക. അവർ ചിന്തിച്ചിരുന്നു, ഈ ലോകം കൊണ്ട്, ഈ ശരീരം കൊണ്ട്, ഇതിലെ ജീവിതം കൊണ്ട് തീർന്നു പോകും. അല്ല, ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു കെട്ടിടം സ്വർഗത്തിൽ ഉണ്ട്. ടെന്റ് ആൻഡ് ബിൽഡിംഗ് പെർമനന്റ്. ഇന്ന് രാവിലെ അച്ഛനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞൊരു വാക്കാണ് പാരിഷ്. പാരിഷ് പാരിഷ് എന്ന് പറഞ്ഞാൽ എന്താ? സജേണസിന്റെ ഗ്രൂപ്പിന്റെ പേരാണ് പാരിഷ്. അഭയാർത്ഥികളുടെ ഗ്രൂപ്പാണ്. അഭയാർത്ഥികളുടെ യാത്ര. അഭയാർത്ഥികൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവരൊരു സ്ഥലത്ത് കൂടാരം പഠിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അതിന്റെ ഗ്രീക്ക് പദം നിന്നോട്ട് ചോദിച്ചാണ് പാരിഷ്. പരോയിക്കൂസ, പരോയിക്കൽ. അതിന്റെ ഓപ്പോസിറ്റ് പദമാണ് കാറ്റോയിക്കൽ. പരോയിക്കൽ എന്ന് പറഞ്ഞാൽ ടെമ്പററി അറേഞ്ച്മെന്റ് ആണെങ്കിൽ കാറ്റോയിക്കൽ പെർമനന്റ് സെറ്റിൽമെന്റ് ആണ്. ഇന്ന് സഭ താൽക്കാലിക ഷെൽട്ടറിൽ നിന്നും പെർമനന്റായ ഷെൽട്ടറിലേക്ക് പോയി എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. ഈ അഭയാർത്ഥികളുടെ കൂട്ടത്തെ ഉപയോഗിക്കുന്ന പദമാണ് പാരിഷ്. അതിനെ നയിക്കുന്ന, അഭയാർത്ഥികളെ നയിക്കുന്ന ലീഡറിന്റെ പേരാണ് ക്രിസ്. നോക്കൂ, ടെമ്പററി അറേഞ്ച്മെന്റാണ് ഈ ലോകത്തുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്.
ഓരോ സപ്പോസ് അവരെ പറയുക പെർമനൻ്റ് ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് എവിടെ? സ്വർഗത്തിലാണ്. താൽക്കാലിക എവിടെ? ഈ ലോകത്തിൽ. പറയുന്ന അവസാനിപ്പിക്കുന്ന വാക്കുകൾ അറിയുന്നു. അറിയുന്നു എന്ന പദത്തിന് നമ്മൾ അതിൻ്റെ ആഴത്തിൽ പോകുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ കോഗ്നിറ്റീവ് നോളജ്. അറിയുന്നു എന്ന് പറഞ്ഞാൽ ഭൗതിക തലത്തിലുള്ള അറിവല്ല, ബട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് എക്സ്പീരിയൻസ് നോളജ്. അനുഭവിക്കുക. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും എന്നൊരറിവ്, അത് ഭൗതിക തലത്തിലുള്ള അറിവല്ല, നോട്ട് കോഗ്നിറ്റീവ് നോളജ്. ഇപ്പോൾ നമ്മളെല്ലാം നമ്മൾ പറയും ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകും, അതൊരറിവാണ് എന്നല്ല പറഞ്ഞ് ഭൗതിക തലത്തിൽ കോഗ്നിറ്റീവ് നോളജ്. എന്നാൽ അതിൽ ഉപയോഗിച്ചിരുന്ന ഹീബ്രു പദം യാദ എന്ന. യാദ ഇസ് നോട്ട് എ കോഗ്നിറ്റീവ് നോളജ്, പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് എക്സ്പീരിയൻസ് എന്ന. എന്തായാലും വ്യത്യാസം. ഇപ്പോൾ ഒരു കുഞ്ഞ് ഇതിലെ ഓടി നടക്കുന്നിരിക്കട്ടെ, ഓടി നടന്നു നമ്മൾ ചിന്തിച്ചു, നമ്മളതിനെ ശ്രദ്ധിക്കും. പെട്ടെന്ന് അത് വീണു, അത് കരഞ്ഞു, തലയിടിച്ച് വീണു. തലയിടിച്ച് വീണപ്പോൾ നമുക്കതൊരു കോഗ്നിറ്റീവ് നോളജാണ്, അത് വീണു. എന്നാൽ അതിൻ്റെ അമ്മയ്ക്ക് അതൊരു കോഗ്നിറ്റീവ് നോളജല്ല, അത് പാർട്ടിസിപ്പേറ്റീവ് നോളജാണ്. യഥാർത്ഥത്തിൽ വീണതാരാ? അമ്മയാണ്. എനിക്ക് സ്വർഗത്തിൽ ഒരു കെട്ടിടമുണ്ട്, ഇതനുഭവമാണ്. ഇതൊരറിവല്ല, ഇതനുഭവിക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗത്തിൽ ഒരു സ്ഥലമുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഞാൻ അഭയാർത്ഥിയായി ജീവിക്കുമ്പോൾ, ഞാൻ കൊഴിഞ്ഞും ഈ വഴിത്തലക്കൽ വീഴുമ്പോൾ എൻ്റെ ഒരറിവ് എനിക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നുള്ള അനുഭവമാണ്. പൗലോസ് പറയുകയാണ് സ്വർഗത്തിലുണ്ട് എന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ ഉടുപ്പുള്ളവരായിട്ടല്ല, സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നത്. രണ്ടാമത്തേത് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ്. ഒന്ന് ഞാൻ അറിയുന്നത്, രണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായി ഉടുപ്പുള്ളവരായി ഇരിക്കുന്നു എങ്കിലും സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഈ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ അതിനൊരു പ്രശ്നമുണ്ട്. അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ പെർമനന്റ് സെറ്റിൽമെന്റ് സ്വർഗത്തിലാണെങ്കിലും ഈ കൂടാരത്തിന്, ഈ ശരീരത്തിന്, ഈ ലോകത്തിൽ ഇരിക്കുന്നിടത്തോളം ചില പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നത്തെ ഞങ്ങൾ പരിഹരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, സ്വർഗീയമായ കെട്ടിടം അതിൻ്റെ മീതെ ഒരു ഉടുപ്പ് പോലെ ധരിക്കുക. ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ പദം ഒരു കൂടാരം ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ബിൽഡിംഗ് ചോർച്ചയായ ആ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് നമ്മളൊരു ഷെൽട്ടർ ഉണ്ടാകും. ആ ഷെൽട്ടർ എന്തിനാണ്? ആ ഷെൽട്ടർ ആ ബിൽഡിങ്ങിൻ്റെ ചോർച്ചയിൽ നിന്നും ആ ബിൽഡിങ്ങിനെ രക്ഷപ്പെടുത്താം. ഈ ശരീരത്തിലിരിക്കുമ്പോൾ എനിക്ക് പ്രതിസന്ധികളുണ്ട്, ചില പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ക്ഷീണമുണ്ട്, സഹനമുണ്ട്, വേദനയുണ്ട്, മരണമുണ്ട്. പക്ഷേ ഞാൻ അതിനെ പരിഹരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കൂടാരമുണ്ട്. ആ കൂടാരം ഏതാ? സ്വർഗീയമായി കെട്ടിടം. ഒരു ഉടുപ്പ് പോലെ, ഒരു ഷെൽട്ടർ പോലെ ഞാൻ സ്വർഗത്തെ ധരിച്ചിരിക്കുക. കൊലോസ്യരുടെ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നൊരു വാക്യമില്ല, സ്വർഗത്തെ ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ജീവിതം നയിക്കുന്നവരെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേറെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ജീവിക്കാൻ അർത്ഥമില്ല, ഇവിടെ തന്നെ ആരംഭിക്കണം. സ്വർഗത്തിലേക്ക് നോക്കുന്ന ജീവിതം, സ്വർഗത്തിൻ്റെ ജീവിതം. ഈ ജീവിതത്തിൻ്റെ എക്സ്റ്റൻഷനാണ് എനിക്ക് പെർമനൻ്റായി സ്വർഗത്തിൽ ലഭിക്കുന്നത്. ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു സീറ്റ് ഉണ്ടാകുന്നില്ല. ഇറ്റ്സ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ വേൾഡ്. അപ്പോൾ ഞാനത് ഓർത്തിരിക്കുക. പോലീസ് പറയുക, എൻ്റെ ആഗ്രഹമാണ് ഈ കൂടാരത്തിൽ ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ കൂടാരത്തിൽ എനിക്ക് പ്രയാസമുണ്ട്, ഈ കൂടാരത്തിൽ ക്ഷീണമുണ്ട്, ഈ കൂടാരത്തിൽ മരണമുണ്ട്. പക്ഷേ ഞാൻ അതിനെല്ലാം കവർ ചെയ്യുന്നത്
സ്വർഗത്തിൻ്റെ കൂടാരകൊണ്ടാണ്, സ്വർഗത്തിൻ്റെ ഉടുപ്പിട്ടുകൊണ്ടാണ്. പിന്നെ പറയുന്നൊരു വാക്കാണ്, അതിനായി ഞങ്ങളെ ഒരുക്കിയിരിക്കുന്നത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവമാണ്. പൗലോസ് അപ്പോസ്തലനെ പറ്റി അറിയാം. കർത്താവിൻ്റെ ദർശനം കിട്ടി ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ നിന്ന് വീണാണ്. പിന്നെ യേശു കർത്താവിന് പുറമേ പോവുക, അവന് വേണ്ടി മരിക്കാൻ. എത്രയോ യാത്രകൾ, എത്രയോ പ്രതിസന്ധികൾ, എത്രയോ പ്രയാസങ്ങൾ, എത്രയോ വേദനകൾ. യേശു കർത്താവിന് വേണ്ടി മരിക്കാൻ ഒരുങ്ങിയത് അവൻ്റെ ബലമല്ല. ഈ സ്വർഗത്തെ വാങ്ങിക്കുന്നതോ സ്വർഗത്തെ ധരിച്ചിരിക്കുന്നതോ അവൻ്റെ കൃപകൊണ്ടും അവൻ്റെ ശക്തിയോട് മാത്രമല്ല. പൗലോസ് പറയാം, പരിശുദ്ധാത്മാവിൻ്റെ കൃപകൊണ്ട് മാത്രം. ഇത് ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ഓഫ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഞാൻ അറിയുന്നതല്ല. ഞാൻ അറിയുന്നത് ഇത് താൽക്കാലിക ജീവിതമാണ്. എൻ്റെ സ്വർഗത്തിലെ പെർമനൻ്റ് സെറ്റിൽമെൻ്റ് ആണെന്ന് ഞാൻ അറിയുന്നു. രണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നതല്ല, ഈ കൂടാരത്തിൽ പൊട്ടലുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, മരണമുണ്ട്, രോഗമുണ്ട്, നഷ്ടമുണ്ട്, സഹനമുണ്ട്. അതിനെ ഞാൻ കവർ ചെയ്യുന്നത് സ്വർഗത്തിൻ്റെ ഇമേജ് കൊണ്ടാണ്, സ്വർഗത്തിൻ്റെ ഇമേജ് കൊണ്ടാണ്. അതിനെ സഹായിക്കുന്നതായ പരിശുദ്ധാത്മാവാണ്. കർത്താവിൻ്റെ കൃപയാലാണ്, കൃപയാൽ കൃപയാൽ കൃപ എന്ന് മാത്രമാണ്. പ്രിയപ്പെട്ട അച്ഛൻ ഈ ഓട്ടമെല്ലാം ഓടി 90-ാമത്തെ വയസ്സ്, 97-ാമത്തെ വയസ്സിൽ സ്വർഗത്തിൻ്റെ ജീവിത സാധ്യതയിലേക്ക് നടത്തിയിരിക്കുകയാണ്. അതെത്രയോ വർഷം മുമ്പേ നടന്നു തുടങ്ങിയതാണ്. സ്വർഗത്തിലേക്കുള്ള നടപ്പ്, സ്വർഗത്തിലേക്കുള്ള നടപ്പ് ഇപ്പോൾ ദൈവസന്നിധിയിലെത്തിയിരിക്കുന്നുവെന്ന് നമ്മൾ അറിയുക, നമ്മൾ അനുഭവിക്കുക. അതുകൊണ്ട് ഈ അവസരത്തിൽ നമ്മുടെ ജീവിതത്തെപ്പറ്റി, നമ്മുടെ പ്രത്യാശയെപ്പറ്റി ഒന്ന് ചിന്തിച്ചതാണ്. കാണുന്ന താൽക്കാലിക ജീവിതത്തിലല്ല സുഹൃത്ത്, പിന്നെയോ എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം എന്താ? എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം എനിക്ക് കർത്താവിനോടൊപ്പം ആയിരിക്കുന്ന ഓർമ്മയുണ്ടായ ഒരു ജീവിതാനുഭവമാണ്. അത് ദൈവം സഹായിക്കട്ടെ. ഒരു മോഡൽ ജീവിതമാണ്. നിത്യ സ്നേഹത്താൽ നാടൻ അന്തമില്ലാത്തൊരു ഭാഗ്യത്തെ എന്നേക്കുമായി നമുക്ക് നൽകി. ആയത്ര മോദം നിൻ ജീവിതം, ദൈവത്തിൻ്റെ പൈതലേ. കണ്ണുനീരെല്ലാം തുടച്ചിടും ആയിരന്തു സന്തോഷം. എൻ്റെ കണ്ണുനീരെല്ലാം തുടച്ചിടും ആയിരന്തു സന്തോഷം. ഇപ്പോൾ അനുസ്മരണത്തിനുള്ള സമയമാണ്. പ്രിയ അച്ഛൻ്റെ യോഗ്യമായ ജീവിതം, നല്ല ഓർമ്മകൾ പങ്കിടാനായിട്ട് ആദ്യമായി മിസ്റ്റർ P.A. ജോർജാണ് ക്ഷണിച്ചോളൂ. ബഹുമാന്യരായ വൈദികരെ, സ്നേഹിതരെ, മാനസികമായും ശാരീരികമായും ഞാൻ ഇപ്പോഴും വേദനയിലാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ എൻ്റെ പ്രിയ ഭക്തി 4 മാസം മുമ്പാണ് നമ്മുടെ പാറ്റൂർ പള്ളിയിൽ അടക്കപ്പെട്ടത്. അത് കഴിച്ചിട്ടാൽ ഇത് കേൾക്കുന്ന വേദനാജനകമായ ന്യൂസായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട മേനാൻ്റെ തിരുവനന്തപുരം. ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളാണ്. അച്ഛൻ പല കൃതികൾ, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അതിൽ ചിലതെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. 100 കൊല്ലം മുമ്പ് മുതൽ മധ്യ തിരുവിതാംകൂറിൽ നിന്നും പഴയ കുടുംബങ്ങൾ തിരുവനന്തപുരത്തേക്ക് ചേക്കേറിയിരുന്നു. ചിലരെ കച്ചവടത്തിന്, ചിലരെ ഉദ്യോഗത്തിന്,
ചിലരെ പഠിത്തത്തിന്. ഈ പറഞ്ഞ കുടുംബങ്ങളിൽ പലരും മടങ്ങിപ്പോയിട്ടില്ല, ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള 2 കുടുംബങ്ങളിൽ നിന്നാണ് ബഹുമറ്റ ഞാനായ മനുഷ്യനും ഞാനും വരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു എന്ന് ഞാൻ പറയുന്നതിന് കാരണം, പ്രിയപ്പെട്ട അച്ഛനെ സംബന്ധിച്ച് കൂടുതലായിട്ട് ഞാൻ അറിയുന്നത് 51 മുമ്പുള്ള മാർത്തോമ യുവജന പ്രവർത്തനങ്ങൾ മൂലമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ചാണ്ടിയുമ്മൻ, ആ ചാണ്ടിയുമ്മായിരുന്നു അക്കാലത്ത് ആ അസോസിയേഷൻ്റെ സെക്രട്ടറി. പക്ഷെ അന്ന് ശാന്തശീലനായ നയനാൻ മുമ്പോട്ട് വരികയില്ല. പുറയിൽ നിന്ന് സൈൽ പ്രവർത്തനങ്ങളിലും പങ്കുകൊള്ളും. ഒരു പുസ്തകത്തിലും എഴുതിയിട്ടില്ലാത്ത ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ. യൂഹാനൻ തിരുമേനി 51 അല്പം മുമ്പോഴോ തിരുവനന്തപുരം പള്ളിയിൽ വന്നു. എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് തിരുമേനി ചെയ്ത പ്രസംഗത്തിൽ ഒരു വാക്ക് തിരുവനന്തപുരം വാസികൾക്ക് വാണിംഗ് ആയിട്ട് കൊടുത്തു. മാർത്തോമ സഭയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നല്ലാതെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും യുവാക്കളെ അച്ഛൻ പട്ടത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ ഇടവക ഒരച്ഛനെ ഇതുവരെ തന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്നേഹത്തോടെ പറയുന്നു, ഈ ഒരു അച്ഛനെ നിങ്ങൾ തന്നില്ല എങ്കിൽ എൻ്റെ ഇനിയുള്ള വിസിറ്റ് അത്രയും നീളും. ഒരു വാണിയായിരുന്നു ഞങ്ങൾക്ക്. ഒരു പയ്യനായിരുന്ന, എനിക്ക് വേണ്ടി വിദ്യാർത്ഥിയായിരുന്ന ഞാൻ അത് കേട്ടു. ഈ തിരുമേനി പറയുന്ന പോലെ ചെയ്യുന്ന തിരുമേനിയാണ് ഞങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് എല്ലാവരും വിഷമിച്ച വീട്ടിൽ പോയത്. അങ്ങനെ എനിക്ക് സഭ തീരുമാനിച്ചു ഒരു പ്രത്യേക കമ്മിറ്റിയെ കൊണ്ടുവരും. ഞാൻ പലത് പറയാം, ചിലർക്കെല്ലാം അറിയാം. PC ഈപ്പൻ സാറ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പൽ, ജോർജ് സക്രിയ അക്കാദമിക്, പിന്നെ ഒരാളുടെ പേര് ഞാൻ എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. ഇവർ 3 പേരും പല അന്വേഷണങ്ങൾ നടത്തി പല വീടുകളിൽ പോയി കൊടുക്കാം. ഒരു ദിവസം ഞാൻ സന്ധ്യയ്ക്ക് വീട് ചെല്ലുമ്പോൾ ഈ 3 പേരും അവിടെയുണ്ട്. എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുകയും കൊടുക്കുക ഒന്നിപ്പോണ്ട്. എന്തിനാ ഇവർ 3 കൂടെ വന്നെന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു, നീ അവരോട് തന്നെ ചോദിക്കുക. ഈപ്പൻ സാർ വളരെ സന്തോഷത്തോട് പറയാം, ഞങ്ങൾ തീരുമാനിച്ചു നീ ഞങ്ങളുടെ ആദ്യത്തെ അച്ഛനാണ്. ഞാൻ ഒന്ന് ചിരിച്ചു. ഈപ്പൻ സാറിന് എന്നെ പറ്റി ഒന്നും അറിയത്തില്ല. അച്ഛനെന്നല്ല കപ്പിയാരാകാനുള്ള യോഗ്യത എനിക്കില്ല, അതിനുള്ള അറിവുമില്ല. ബാക്കി കാര്യങ്ങൾ നടത്താനൊക്കെ കഴിവുണ്ട്, പക്ഷെ ഇനി കഴിവില്ല. അതുകൊണ്ട് എന്നെ വിട്ടേ കൊടുക്കും. പല സംഘങ്ങൾ പിന്നെ പറഞ്ഞോന്ന് പറയുന്നില്ല. അത് മുൻപ് ഒരു കൺഫ്യൂഷനല്ല. നീ വേറൊരാളെ റെക്കമെൻഡ് ചെയ്യണം. ആ ആളെ സ്വീകരിക്കുന്നില്ല എങ്കിൽ ഞാൻ തിരികെ പോയി. ഈ സാറിനോട് ഞാൻ ചെയ്തിരിച്ചെന്ന് പറഞ്ഞു. എനിക്കൊരാളുണ്ട്, ഞാൻ പറഞ്ഞെന്ന് പുള്ളിയോട് പറയില്ല. അതാരാ? നയനാൻ ഉമ്മൻ. അവിടെ 3 പേരും അവിടെ ഉണ്ട്. 3 പേരും ആലോചിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. എല്ലാവരും തയ്യാറാക്കി. ഇറങ്ങിയപ്പോൾ പറഞ്ഞു, നിന്റെ ചോയ്സ് അവൻ സമ്മതിക്കുമെങ്കിൽ ഞങ്ങൾ ഏകാം. ശാന്തശീലനായ, പള്ളിയിൽ വന്നാൽ മുഴുവൻ സമയം പള്ളി മാത്രം അറ്റൻഡ് ചെയ്യുന്ന, അവിടെ ഇരുന്ന് ഫുട്ബോളിനെ പറ്റിയും ക്രിക്കറ്റിനെ പറ്റിയും ചിന്തിക്കാൻ ഞങ്ങൾ ശാന്തശീലനായ അച്ഛന്. ഈ അച്ഛനുമായിട്ട് വളരെ അടുത്ത ഫ്രണ്ട്സ് എനിക്കുണ്ട്. 51 ഞാൻ ഈ നാട് വിട്ടു. അതിന് മുമ്പ് 58 മറ്റാണെന്ന് തോന്നുന്നു അച്ഛൻ പറ്റുന്ന വിളിച്ചു കഴിയുന്നുണ്ട്. ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ
ക്രിസ്തോസം തിരുമേനി ഇവിടെ ധർമ്മിഷ്ഠനായിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പള്ളി ആരാധനയ്ക്ക് ഞങ്ങൾക്കെല്ലാം പങ്കുകൊള്ളും. ഞാൻ ചുക്കാ പിടിക്കാൻ മാത്രമേ നിൽക്കുള്ളൂ, ബാക്കി കാര്യങ്ങളിലെ പല്ലിന് വന്നപ്പോൾ അച്ഛനെ എന്നോട് പറഞ്ഞു, ഞാനൊരു സംഘടന നടത്തുന്നുണ്ട്, പള്ളിയിൽ നിർമ്മിച്ചു. എന്തുവാ കാരുണ്യ സംഘം എന്നും പറഞ്ഞൊരു സംഘമാണ്. തമ്മിയോട് ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല, അതിൽ വന്ന് പങ്കുകൊള്ളുന്നു. ഞാൻ അച്ഛൻ്റെ കൂടെ കുറേ നാൾ അതിൻ്റെ കൂടെ നടന്നു. ശാരീരിക കൊണ്ട് ഞാൻ പിന്നാറേണ്ടിയോ. എൻ്റെ ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ അച്ഛൻ കൂടെ ഇല്ല. അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്ന് പലതും കൊണ്ടേ കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസമാണ് അച്ഛൻ വന്നത്. വേറെ ജോലി എവിടെയായിരുന്നു. എൻ്റെ ജോലിയെന്നും പറഞ്ഞാണ് അച്ഛൻ കേട്ട് വരുന്നത്. സ്നേഹപൂർണനായ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് ധാരാളം. എന്നാൽ എല്ലാവർക്കും ഉള്ളതുപോലെ കുറവുകളും അച്ഛനുണ്ടായിരുന്നിരിക്കാം. ആ കുറവുകളെ പറ്റി അധികം സംസാരിക്കാതെ അതെല്ലാം നന്മയ്ക്കായിരുന്നു എന്ന് മനസ്സിലാക്കിയ ധാരാളമുണ്ട്. ഇതില്ല ഞാൻ വിചാരിച്ചു വീഴുന്നത്, എനിക്ക് ഈ സമയം തന്ന കളഞ്ഞതിന് പകരം ഈ അച്ഛൻ നമ്മുടെ ഈ അച്ഛൻ വന്നതിനെ കേട്ടിരുന്നെങ്കിൽ ഞാൻ അല്പനേരം വീട്ടിൽ കേൾക്കുമായിരുന്നു. കരിഞ്ചത്തുക അച്ഛൻ സംസാരിക്കുന്നത് കേട്ട് അച്ഛനെ പോലുള്ള സമയം കൊടുക്കണം. ഞങ്ങൾക്ക് കാറ്റുപോയിട്ട് അനുഗ്രഹീതനായ ഒഴുകുകയും വന്നുകൊണ്ട് ഞാൻ വിശ്വസിച്ചു. അല്പനേരത്തിൽ സംസാരമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടുന്നു ദുഃഖിതരായിരിക്കുന്ന മക്കളെ ഇന്ന് ശ്യാമശൻ എന്നോട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ് എന്നെക്കുറിച്ച് പറ്റിയല്ല. അപ്പോൾ പറഞ്ഞ് 2 വാക്ക് സംസാരിക്കുകയും വേണം. നമ്മളെ ഒട്ടും പറ്റിയില്ല. ശ്യാമത്തിൽ ശ്യാമത്തിൽ പറഞ്ഞ് വന്നേ പറ്റത്തുള്ളൂ. അച്ഛൻ്റെ മകൻ, 2ാമത്തെ മകൻ ഇത് വളരെ സത്യം. അച്ഛനെ ഞാൻ സാറിന് വിളിക്കില്ല, അച്ഛനെ വിളിക്കൂ. പക്ഷെ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് എന്നോട് പറയാൻ സാധിച്ചില്ല. ഞാൻ വന്നു അതിപ്പോൾ സംസാരിക്കാൻ കഴിയും. അതിനെ നിങ്ങൾ പറഞ്ഞിട്ട് പോവുകയാണ്. നിങ്ങളോടൊപ്പം ഞങ്ങൾ സ്നേഹം, ഞങ്ങളുടെ പ്രാർത്ഥന പുറപ്പെടുകയാണ്. ചാനങ്ങൾ ഒറ്റയ്ക്കല്ല, ചാനലിൻ്റെ കൂടെ ഞങ്ങളെല്ലാം ഉണ്ട്. അപ്പോഴേ സ്നേഹിച്ചതുപോലെ മകനെയും ഞങ്ങളെല്ലാവരും സ്നേഹിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് പോകുക. ഞാൻ സംസാരിക്കുന്നില്ല, നിങ്ങൾ ശ്രമിക്കുക. സന്തോഷം. അച്ഛൻ്റെ ഭാര്യ സുഹൃത്തായ ജോർജ് സർ വളരെ നല്ല ഓർമ്മകൾ പങ്കിട്ടു. താങ്ക് യു സർ ഫോർ ഷെയറിംഗ് ദോസ് ബ്യൂട്ടിഫുൾ മെമ്മറീസ് that we can't read in books. Thank you, Lord, sir. അടുത്തതായി മിസ്സസ് മെർസി വർഗീസ് അതിന് ശേഷം ഞാൻ അച്ഛൻ്റെ അമ്മയുടെ ഇളയ സഹോദരിയുടെ മകൻ്റെ മകളാണ്. എൻ്റെ ഫാദറിൻ്റെ പേര് PK പണ്ഡിറ്റാണ്. എൻ്റെ ഫാദറും ഈ നൈനാനുഗുണത്തിന് ആഴ്ചയ്ക്ക് ഏകദേശം വളരെ സാമ്യമാണ്. ഈ നൈനാനുഗുണത്തിനെ കാണുമ്പോഴാണ് എൻ്റെ ഫാദർ ഇരുന്നത്. ഇതുപോലെ നൈനാനുഗുണത്തിൻ്റെ കൂടെ വളരെ സൗമ്യനും ശാന്തശീലനും വളരെ ശാന്തശീലമായ ഒരാളായിരുന്നു എൻ്റെ പിതാവ്. എനിക്കങ്ങനെ ഈ എൻ്റെ പിതാവിൻ്റെ കൂടെ ബന്ധമായിരുന്നു നൈനാനുഗുണത്തിനോട് ഉള്ളത്. നൈനാനുഗുണത്തിന് സാറ് പറഞ്ഞതുപോലെ നേരത്തെ പല കാരണവന്മാർ നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന താമസമായി. അതിൽ ഐതിക്കുള്ളി ബസ്സിൻ്റെ മകനാണ് ഈ നൈനാനുഗുണത്തിന്. അച്ഛന് ചെറുപ്പത്തിലെ അച്ഛൻ്റെ അമ്മ മരിച്ചത്. അപ്പച്ചനോട് പല കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ഓർമ്മയിലും എനിക്ക് അനുഭവത്തിലേക്കുമാണ് ഈ
പ്രദേശ് ചെറുപ്പത്തിൽ മരിച്ചു. അതോടുകൂടി അച്ഛൻ്റെ ബാല്യകാലത്ത് അച്ഛൻ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമൊക്കെയാണ് ഉണ്ടാക്കി. അവിടെ നല്ലൊരു പാട്ടിലേക്ക് പഠിക്കുകയും ആ പാട്ടിലേക്ക് ഊരാട്ടത്തിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. വളരെ കൃത്യമായ ഒരു രീതിയിൽ അവിടുത്തെ ജനങ്ങൾ അച്ഛനോട് ഇടപെടുകയും അങ്ങനെ അവിടെ നല്ല ആത്മീയ ബലം ഉണ്ടാക്കുകയും എല്ലാ തരത്തിലും അച്ഛനവിടെ വളരെ സൗമ്യമായിട്ട് ഇടപെട്ട് വളരെ എല്ലാ കാര്യത്തിലും ദൈവത്തിലാൽ പ്രവർത്തിക്കുകയും ചെയ്തു. പിന്നെ അച്ഛൻ്റെ മകൾ രോഗമായി കിടന്നപ്പോഴാണെങ്കിൽ അച്ഛനും അച്ഛന് കുറച്ച് നാള് സുഖമായി കിടന്നു. വളരെ കാര്യമായിട്ട് അവിടെ അപ്പം തന്നെ ശുശ്രൂഷിച്ചു. ആ ശുശ്രൂഷകളാണ് കുഞ്ഞുങ്ങൾ കണ്ടുപിടിച്ച് ഇപ്പോൾ ഈ അച്ഛൻ അസുഖമൊക്കെ വരുമ്പോഴും എല്ലാം രണ്ട് പെൺമക്കളും അച്ഛനും സാമാന്യനും എല്ലാവരും ഒരു സണ്ണി മരിച്ചുപോയി. എന്നാൽ അപ്പം എന്തോ ഒരു അസുഖമാണെന്ന് പറഞ്ഞാൽ ഓരോ ബോധം കൊടുക്കും. സണ്ണിക്കാണെങ്കിലും ഗവൺമെൻറ് കഴിഞ്ഞ് ഇവിടെ വന്ന് അപ്പനെ ശുശ്രൂഷിച്ച് ഈ സ്കൂളും ഒക്കെ നോക്കി ജീവിക്കണമെന്ന് പല പ്രാവശ്യം സണ്ണിയോട് പറഞ്ഞിട്ടുണ്ട്. അത് അന്നത്തെ സണ്ണിക്ക് പറ്റിയില്ല. അങ്ങനെ ആ പാരമ്പര്യം അനുസരിച്ചാണ് ഈ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ഒരു നല്ല രീതിയിൽ കണ്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ സെൻറ് തോമസ് സ്കൂളിൻ്റെ സ്റ്റാഫ് അതിൻ്റെ സെൻറ് തോമസ് സ്കൂളിൻ്റെ ആദ്യകാലത്ത് അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനത്തിലും വളരെ നിയമങ്ങളൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പൗര പ്രാബല്യമുള്ള സ്റ്റാഫെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യത്തിലും എല്ലാം. പിന്നെ ഈ ഞങ്ങൾക്ക് ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ഈ അച്ഛനോട് നമുക്ക് ചോദിക്കില്ല. എന്തെങ്കിലുണ്ടെങ്കിൽ ചോദിച്ചാൽ അച്ഛനെ വളരെ നിശബ്ദനായിട്ട് നമ്മളെ വളരെ നിശബ്ദനായിട്ട് ഈ കാര്യങ്ങളെല്ലാം കാര്യം ഒതുക്കി കേൾക്കും. എന്നിട്ട് ഉടനെ എടുക്കരുത്തേക്ക് മറുപടി പറയുകയോ മാതിരി നമ്മളുമായിട്ട് തർക്കിക്കാൻ വരികയോ ഒന്നുമില്ല. വളരെ നിശബ്ദമായിട്ട് അതെല്ലാം കേട്ടിട്ട് ഏറ്റവും നല്ല ബുദ്ധിപരമായ ഒരു തീരുമാനം നമുക്ക് പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ വേറെ ഗുണം പറഞ്ഞാൽ അച്ഛന് പിന്നെ ഞങ്ങളുടെ ഈ കുടുംബത്തിൽ എപ്പോഴും ആർക്കേലും ഒരു രോഗമോ ദുഃഖമോ മരണമോ എന്തോ ഉണ്ടെങ്കിലും ചെങ്ങന്നൂർ ആ ഭാഗത്ത് അച്ഛൻ്റെ അരിക്കുഴി വീടും അമ്മയുടെ വീട് പഴവടി ആ ഭാഗങ്ങളിലൊക്കെ അച്ഛൻ എല്ലാവർക്കും പോവുകയും എല്ലാ തരത്തിലുള്ള മരണം വിവാഹം വീടിൻ്റെ പാലുകാർക്ക് മാമോദിസ ഇതിലെല്ലാം മെയിനായിട്ട് എത്തിക്കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ ഈ കുടുംബങ്ങളുടെ ഉള്ള അപ്പൻ്റെ കുടുംബത്തിലെ അമ്മയുടെ കുടുംബത്തിലെ പല ഭർത്തകളുടെ പേരും കസിൻസിൻ്റെ പേരും അവരുടെ മക്കളുടെ പേരും അവരുടെ വയസ്സും എല്ലാ അച്ഛനും ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വരുന്നുണ്ട് എന്നോട് ചോദിക്കും മേസോടെ തങ്കമ്മയുടെ മറ്റേ എത്ര മക്കളുണ്ട് അവരുടെ പേരങ്ങനെ അങ്ങനെ ഓരോരുത്തരെയും കൺസൾട്ട് ചെയ്ത് ഇല്ലെങ്കിൽ അച്ഛൻ ഫോണിൽ വിളിച്ചു ചോദിക്കും. അങ്ങനെ ഓരോ കാര്യത്തിലും അച്ഛനെ വിളിച്ച് അച്ഛൻ്റെ ഒരു ഡയറി ഇവിടെ മെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഊട്ടിക്ക് സാധിക്ക് വേണ്ടി അവർ എന്നോട് ചോദിക്കും അമ്മമ്മ അപ്പ ഇരിക്കുന്നില്ല അപ്പ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെയൊക്കെ പേരുണ്ട്. അങ്ങനെ നമുക്ക് കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും കുടുംബത്തിലുള്ള അറിയണമെങ്കിൽ അതിൻ്റെ ഡയറി ഇവരുടെയിലുണ്ട്. അത് അച്ഛൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒത്തിരിപ്പം മരിക്കുന്നതിന് കുറച്ച് മുമ്പ് വരെ എന്തോ ഒരു കാര്യം കേട്ടോ ഉടനെ അവിടെ ഇരുന്ന് ഡയറിയിൽ വരിക. പിന്നെ അച്ഛന് ഒരു ദിവസം ഞാൻ വന്നപ്പോൾ അച്ഛൻ അവിടെ ഇടയ്ക്ക് അച്ഛൻ എന്നെ വിളിക്കും, ഞാൻ അച്ഛനെ വിളിക്കും. ഇടയ്ക്ക് വന്ന് കാണും. ചിലപ്പോൾ പറയാം മോളെ നിനക്ക് വയ്യാത്തോടെ ഞാൻ അങ്ങോട്ട് വന്ന് കാണാം. എനിക്കാണെങ്കിൽ ഒരു പ്രാവശ്യം നാലുണ്ട് യൂറിനി ഹോസ്പിറ്റലിൽ കുറച്ചാൽ കിടക്കേണ്ടി വന്നു. ഇങ്ങനെ ഓടി വന്ന് എൻ്റെ മോക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ആശുപത്രിക്ക് എപ്പോഴും പ്രാർത്ഥിക്കുകയും ഇതൊക്കെ ഞങ്ങൾ വിടാമായിരുന്നു. എൻ്റെ ഫാദറിൻ്റെ കുടുംബത്തിൽ ഇനി അവസാനത്തെ കണ്ടിയായിരുന്നു ഇനി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ഞങ്ങളുടെ കാര്യങ്ങൾ ഏറ്റുപിടിക്കാനോ ആരില്ല. ഏത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ ഉടനെ ചോദിക്കുന്നത് അച്ഛനപ്പനെ വിളിക്കണം. അച്ഛനപ്പനോട് വിളിക്കുക. അത് ശാന്തമായിട്ട് എല്ലാം ചേർത്ത് അതിനെ വിളിക്കണം. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു അച്ഛനപ്പൻ. പിന്നെ അച്ഛൻ്റെ പ്രാർത്ഥന എപ്പോഴും ദൈവമായിട്ടുള്ള ദൈവത്തെ അച്ഛൻ ഒരു അപ്പനായിട്ട് കണ്ട് ദൈവമായിട്ട് എപ്പോഴും ഒരു സംസർഗത്തിലായിരുന്നു. ഒരു ദിവസം ഞാൻ വന്നപ്പോൾ അച്ഛൻ്റെ തല
വഴി പോലെ കൈ പിടിച്ച് കൊട്ടിനത് സാരി അത് തൂക്കിയാണ് അത് വാങ്ങിച്ചു കൊടുക്കുക. അതിങ്ങനെ കൊട്ടി പാടിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു അപ്പായി എന്തായില്ല ഇതേപോലെ പറഞ്ഞു ഓണാ ഞാൻ ചുമ്മാ ഇരുന്നാല് വേണ്ടാത്ത ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ യേശു അപ്പത്തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ എന്നോട് പറഞ്ഞ് 4 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ഞങ്ങളൊന്ന് സംസാരിക്കും. ഞങ്ങൾ സംസാരിച്ചിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകത്തുള്ളൂ. പിന്നെ രാവിലെ വെള്ളം ചൂടാക്കി ഒരു കുളിയൊക്കെ കഴിഞ്ഞാണ് പുള്ളിയുടെ ദിവസം തുടങ്ങുന്നത്. അങ്ങനെ യേശു അപ്പച്ചനുമായിട്ട് പുള്ളിക്ക് അഭിരക്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു ഇന്നത്തെ പുള്ളിയുടെ ജീവിതത്തിൽ മരണങ്ങൾ ഒരുപാട്, ഒരു മകൻ്റെ മരണം, ഭാര്യയുടെ മരണം, അതൊക്കെ വളരെ സുഖമായിരുന്നു ജീവിതം. എന്നാലും അതിലെല്ലാം പ്രത്യാശയോടുകൂടി വിളിച്ചിരിക്കുന്ന കർത്താവിനെ മുഴുവൻ പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു അച്ഛൻ്റെ. പിന്നെ അച്ഛനെ ഇപ്പം തന്നെ ആണെങ്കിൽ അച്ഛൻ്റെ ഈ സമയത്തിന് മുമ്പ് അച്ഛൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വിൽപ്പത്രം എഴുതി വെച്ച് പിന്നെ അലമാരികളൊക്കെ അടുക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കി ഒരു നമ്മളൊരു വിധവരുടെ യാത്രയ്ക്ക് പോകുന്ന പോലെ തന്നെ സ്വർഗീയമായ ഒരു യാത്രയ്ക്ക് ഒരുങ്ങി. എന്നിട്ട് അവസാനം ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അത് ഇളയ മോളെ കൂടെ ഉണ്ടായിരുന്നു. അവളോട് പറയുകയല്ലേ ചെയ്തത്. പേപ്പർ എടുക്കാൻ പറഞ്ഞു. പേപ്പർ എടുത്ത് അതെല്ലാം എഴുതി 2-3 പേജ് എഴുതി മരണത്തിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് എന്നെല്ലാം വളരെ ഒരുക്കത്തോടുകൂടിയായിരുന്നു അച്ഛൻ ഭൂമിയിൽ ജീവിച്ച് ഭൂമിയിൽ നിന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കുക. 2 ദീപത്തെയോ 4-ാമത്തെ 7 വർഷത്തിൽ പറഞ്ഞു, ഞാൻ നല്ല പൊരുതു, ഓട്ടം ചേർത്തു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് ആ നീതിയുടെ കിരീടം അച്ഛൻ്റെ തലയിൽ എന്ന് വെക്കും എന്നുള്ളത് വരെ അച്ഛൻ വിശ്വാസ കണ്ണാലെ കണ്ടു. ആ സമയമായപ്പോൾ അച്ഛൻ്റെ സ്വർഗത്തിലേക്ക് യാത്രയായി. അച്ഛൻ്റെ നല്ല ധന്യമായ ജീവിതം നമുക്ക് ഓർമ്മയും അത് നമുക്ക് ഓരോരുത്തർക്കും ഒരു മാതൃകയും ആയിരിക്കട്ടെ എന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you. Robert sir. സമയം വളരെ ഇങ്ങനെ ദീർഘിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ അകലെ നിന്നൊക്കെ വന്ന് ചേർന്നിട്ടുള്ളവരുണ്ടല്ലോ. പ്രധാനമായിട്ടും വേദി ഉപഭോക്തരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ്റെ മരണത്തോടനുബന്ധിച്ച് ഈ അനുസ്മരണ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കുടുംബക്കാരെ, ഇങ്ങനെ ഒരു അവസരം ലഭിച്ച് വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു വേദി ലഭിക്കുമെന്ന് വിചാരിച്ചില്ല. ഈ ഒരു വേദി ലഭിച്ചത് വളരെ സന്തോഷം. ബഹുമാനപ്പെട്ട അച്ഛൻ 1977, 78, 79 ഈ കാലയളവിലാണ് എക്കത്തിരുവാതിലേക്ക് നിയമിതനാകുന്നത്. അച്ഛൻ ആദ്യമായിട്ട് വരുന്ന ഒരിടവയായിരുന്നു കുളത്തുപ്പൽ മാർത്തോമാപ്പള്ളി. കുളത്തുപ്പൽ ഈ പ്രദേശത്ത് ഏൽക്കാവ് കേന്ദ്രമാക്കി ഏൽക്കാവ്, കാട്ടക്കട, നെടുമങ്ങാട് ഈ പ്രദേശങ്ങളായിരുന്നു അച്ഛൻ്റെ പ്രവർത്തന മേഖല. ഈ മേഖലകളിലാകെ 18 പള്ളികളെ ഉണ്ടായിരുന്നുള്ളൂ. 18 പള്ളികൾ, 18 ഉപദേശിമാർ, 4 സഞ്ചാര സുവിശേഷം. ഈ വിധത്തിലായിരുന്നു അവിടുത്തെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായി അച്ഛൻ ഈ ഫീൽഡിൽ വരുമ്പോൾ നമ്മുടെ ചെങ്ങന്നൂർ തേരകത്തെ ടി ജോസഫ് അച്ഛൻ മിഷണറിയായിരുന്നു. അച്ഛൻ മാറിപ്പോകുന്ന സമയത്താണ് അച്ഛൻ വരുന്നത്. കുളത്തുപോയി പള്ളിയിൽ അടിസ്ഥാനം വിട്ടു വെച്ച് അടിസ്ഥാനം വിട്ടപ്പോൾ അയൽവക്കാരോട് കേസ് കൊടുത്തു, സേവാണ്. ഈ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട അച്ഛൻ അവിടെ വരുന്നത്. അപ്പോൾ ആ വസ്തു സംബന്ധമായിട്ടുള്ള കേസ് ഇങ്ങനെ വരുന്ന സമയത്ത്
ആ കേസിൻ്റെ അവസരത്തിൽ ഞാൻ കൂടെ അവിടെ ഉപദേശിയായിട്ട് എന്നെ നിയമിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു അവിടെ ഈ പരിപാടികളെല്ലാം ക്രമീകരിച്ചത്. ആദ്യ തർക്കങ്ങൾ അവിടെ ഒരു നേഴ്സറി സ്കൂളുണ്ട്, നേഴ്സറി സ്കൂളിലെ സമരങ്ങൾ, ഇങ്ങനെയുള്ള പല പ്രതിസന്ധികൾ അവിടെ ഉണ്ടായി. എൻ്റെ ആയുസിൽ പോലീസ് സ്റ്റേഷനൊന്നും കയറാൻ വന്നിട്ടില്ല. പക്ഷേ ഈ പ്രദേശം മുഖാന്തരം പല ആവർത്തി പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വന്നു, കോടതി കയറേണ്ടി വന്നു. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഞാൻ വിചാരിച്ചു തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ടിരുന്ന അച്ഛൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കും, ഈ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ഞാൻ വളരെയധികം ചിന്തിച്ചു. കാരണം എൻ്റെ ഈ പ്രാരംഭ പ്രവർത്തന കാലഘട്ടങ്ങളായിരുന്നു. ഈ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് നേരെ അച്ഛനെ ഒന്ന് ഫോൺ വിളിക്കും. ഉടൻ അച്ഛൻ മറുപടി വരും, ഇന്ന വിധത്തിൽ ചെയ്തോളുമാണ്. അച്ഛനിവിടെ IG വിളിക്കും, കാര്യങ്ങളെല്ലാം കൈവരിക്കും. ദീർഘനാൾ നീണ്ടു. അത് കേസ് പറഞ്ഞു, കേസ് വിധിയാക്കി, പള്ളി പണിതു, പൂർത്തീകരിച്ചു. വളരെ അനുഗ്രഹീതമായ വിധത്തിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. പ്രധാനമായിട്ട് അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സഭ കേന്ദ്രീകൃതമായിട്ട് മാത്രമല്ല, ഇടവകയെ കേന്ദ്രീകരിച്ച് മാത്രമല്ല, ദേശത്തെ കേന്ദ്രീകരിച്ചായിരുന്നു. അച്ഛൻ്റെ പ്രവർത്തനത്തിൻ്റെ ആ ലക്ഷ്യമെന്ന് പറയുന്നത് സഭ എന്നുള്ളത് മാത്രമല്ല, സഭയും രാഷ്ട്രവും ചേർന്നുള്ള രീതിയിലായിരുന്നു. രാഷ്ട്രവും സഭയും തമ്മിലുള്ള ഒരു ബന്ധം നിലനിർത്താനായിട്ട് അച്ഛൻ ശ്രമിച്ചിട്ടുണ്ട്. സഭയുടെ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രത്തിൽ നിന്നും എന്തൊക്കെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും, രാഷ്ട്രവുമായിട്ടുള്ള ബന്ധത്തിൽ, ദേശവുമായിട്ടുള്ള ബന്ധത്തിൽ, ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെല്ലാം സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള നല്ല ഒരു ഉൾക്കാഴ്ച ബഹുമാനപ്പെട്ട അച്ഛനുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വിധത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ആ പ്രദേശത്തെല്ലാം സജ്ജമാക്കിയത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദൃഷ്ടാന്തം കൂടെ ഓർക്കാറുണ്ട്. ആ ദൃഷ്ടാന്തത്തിലൂടെ മറ്റു കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ചിരന്തിയും തേനീച്ചയും തമ്മിലുള്ള സംഭാഷണമാണ്. വെളുപ്പാൻ രാവിലെ തേനീച്ച തേൻ ശേഖരിക്കാനായിട്ട് പോകുമ്പോഴാണ് വല കൂട്ടി വെച്ചിരിക്കുന്നതായിട്ടുള്ള ഈ കുരുത്തു വലയിൽ പെട്ടുപോകുന്നത്. അപ്പോഴാണ് ഈ തേനീച്ചയും ഈ ചിരന്തിയും തമ്മിലുള്ള സംഭാഷണം. ചിരന്തി തേനീച്ചയോട് പറയാണ്, നീ എന്നെപ്പോലെ മഠയൻ, രാവിലെ ഇറങ്ങിത്തിരിക്കുന്നു, അധ്വാനിക്കുന്നു, പ്രയത്നിക്കുന്നു, നിനക്ക് യാതൊന്നും ലഭിക്കാനായിട്ട് സാധിക്കും, സ്വന്തമായിട്ട് യാതൊന്നും കിട്ടാനായിട്ട് സാധിക്കുന്നില്ല, മുഴുവൻ മനുഷ്യർ ചൂഷണം കൊണ്ട് ചെയ്തുകൊണ്ട് പോകുന്നു, നീ അധ്വാനിച്ചിട്ട് എന്താണ് ഫലം? എന്നെ നോക്ക്, ഞാനൊരു കുരുക്കുണ്ടാക്കുന്നു, ഈ കുരുക്കിനകത്ത് തന്നെ എല്ലാം എനിക്ക് ഭക്ഷണം ബന്ധപ്പെടുന്നു, എന്തൊരു സുഖം, എന്തൊരു സന്തോഷം. തേനീച്ച മറുപടി പറയുകയാണ്, നിന്നിലുള്ളത് തന്നെ ഈ കുരുക്കുണ്ടാക്കുന്നു, നീ തന്നെ ഈ കുരുക്കിൽ പെട്ട് കിടക്കുന്നു, നിന്റെ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യവുമില്ല, നീ ലോകം കണ്ടിട്ടില്ല, ദേശം കണ്ടിട്ടില്ല, അനേക ജീവിതങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാനോ വെളുപ്പാൻ രാവിലെ ഇറങ്ങി പുറപ്പെടുന്നു, എല്ലാ പൂക്കളിലും കയറി ഇറങ്ങുന്നു, അങ്ങനെ തേൻ ശേഖരിച്ച് എൻ്റെ കൂട്ടിൽ വയ്ക്കുന്നു. ഞാൻ സംതൃപ്തനാണ്, ഞാൻ സ്വതന്ത്രനാണ്. ഞാൻ കയറിയിരുന്ന പൂക്കളെല്ലാം ഫലസമൃദ്ധിയായിട്ട് ഇങ്ങനെ പൂത്തുലഞ്ഞ് കായ്കളുമായിട്ട് നീക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതി എന്നിലൂടെ അനുഗ്രഹിക്കപ്പെടുകയാണ്, അതിൻ്റെ നന്മ അനുഭവിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ജീവിതത്തിൽ പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്നത്. മണ്ണിനെ ഇളക്കി മറിച്ച് കഴിഞ്ഞാൽ അവിടെ അല്പം ദൈവാശ്രയവും ബുദ്ധിയും കൂടെ ഉണ്ടെങ്കിൽ വളരെ ഫലഭൂയിഷ്ടമാകും. തെക്കൻ തിരുവിതാംകൂർ പ്രദേശത്തെ മണ്ണിനെ അച്ഛൻ ഇളക്കി മറിച്ചു വളരെ ഫലവത്തായ വിധത്തിലുള്ള ഒരു ദേശമാക്കി തീർക്കാനായിട്ട് അച്ഛന് സാധിച്ചു. അതുകൊണ്ട് ആത്മീയമായ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, ഭൗമികമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ അച്ഛൻ ലക്ഷ്യമിട്ടിരുന്നു. അതിൽ പ്രധാനമായിട്ടും കൊച്ചമ്മ ഒരു പിന്തുണയായിരുന്നു. നമ്മുടെ കോർപ്പറേറ്റീവ് സൊസൈറ്റികളുടെ രജിസ്ട്രാറായിട്ടാണ് കൊച്ചമ്മ ആയിരിക്കുന്നത്. അതുകൊണ്ട് കൊച്ചമ്മയുടെ പ്രത്യേകമായ പിന്തുണയും പ്രോത്സാഹനവും സഹായവും ബഹുമാനപ്പെട്ട അച്ഛനുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛൻ സ്വതന്ത്രമായി രാജ്യത്തിൻ്റെ മുമ്പാകെ, സഭയുടെ മുമ്പാകെ പ്രവർത്തിക്കാത്തക്കുള്ള ഒരു ശേഷിയുള്ള ഒരു വ്യക്തിയായി തീർന്നു. നല്ല കരുത്തുറ്റ മനുഷ്യൻ. ഇവിടെ സാധു എന്നൊക്കെ പറഞ്ഞു, അച്ഛൻ്റെ ഉള്ളിലെ കരുത്ത് വളരെ ശക്തമാണ്. ഏത് പ്രതിസന്ധികളെയും പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ള ഒരു പടക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട നാരായണൻ.
ഏത് വ്യക്തിയെയും സ്നേഹിച്ചാൽ വിട്ടുപോകില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് സാധിച്ചത്. എത്ര വർഷം മുമ്പ് അച്ഛനുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടത്, ആ ബന്ധം ഒരിക്കലും പോകുന്നില്ല. ഞാനിങ്ങോട്ട് വിളിച്ചെങ്കിൽ എന്നെ അങ്ങോട്ട് വിളിക്കും. സ്നേഹിക്കാൻ കൊള്ളാവുന്ന മനുഷ്യൻ, സ്നേഹിക്കുന്ന മനുഷ്യൻ, ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്ന ഒരു പടകാരൻ, ഒരു നല്ല പുരോഹിതൻ. ആത്മീയമായിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഓരോ ഇടവുകളിലും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നല്ല ലക്ഷ്യബോധമുള്ള ഒരു അച്ഛനായിരുന്നു. ഈ ഇടവകയിൽ സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരിക്കണം, ആത്മീയ സ്ഥിതി എങ്ങനെയായിരിക്കണം, കൂട്ടായ്മകൾ എങ്ങനെയായിരിക്കണം, ആരാധനകൾ എങ്ങനെയായിരിക്കണം, ഇവിടെ എല്ലാ കാര്യാദികളും കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് നല്ല പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ തക്കണം പ്രാപ്തിയുള്ള ഒരു മിഷണറി പട്ടക്കാരനായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട എന്ന് പറയാനായിട്ട് വളരെ ധൈര്യമുണ്ട്. വേദപുസ്തകം, പാഠപുസ്തകം, ആരാധനക്രമങ്ങൾ ഇതെല്ലാം പ്രാരംഭകാലങ്ങളാണ്. ഇതെല്ലാം വാങ്ങി ഇടവുകളിൽ കൊടുത്തിട്ട് അവരുടെ ആത്മീയമായിരിക്കുന്ന വളർച്ച ലഭ്യമാകുന്നതോടൊപ്പം തന്നെ അവരുടെ ദരിദ്രതയും അവരുടെ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയും തൊഴിലില്ലായ്മയും ഇതെല്ലാം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അടിമത്വം, സാമ്പത്തികമായിട്ടുള്ള അടിമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്ന 5 മൂട് തെങ്ങുണ്ടെങ്കിൽ ഈ തെങ്ങ് ഏറ്റവും ധനവാനായിട്ടുള്ള ഒരു മനുഷ്യൻ ഒറ്റ കൊടുത്തു കഴിഞ്ഞാൽ അവൻ തേങ്ങയും ഓലയെല്ലാം വെട്ടിക്കൊണ്ടു പോകും. ഏതെങ്കിലും ഒരു കാലത്ത് ഇവന് ഈ തിരിച്ചെടുക്കാനായിട്ട് പണം കൊടുത്തിട്ട് തിരിച്ചെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന് അവൻ്റെ വകയായിട്ട് മാറും. അങ്ങനെയുള്ള ഒരു അടിമത്വത്തിൻ്റെ വലിയ ഒരു ശക്തി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലങ്ങളിലായിരുന്നു സ്റ്റാർ എന്ന് പറയുന്ന സംഘടന അച്ഛനുണ്ടാക്കിയത്. ആ സ്റ്റാറിലൂടെ ഗ്രാമപ്രദേശങ്ങളിൽ ചില സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്തു. ഈ സൊസൈറ്റികളെല്ലാം രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഏറ്റുകര ഇന്ത്യൻ ഓവർസീസ് ബാങ്കുമായിട്ടും അതോടൊപ്പം വീടുകളുടെ നിർമ്മാണം, അതിൻ്റെ പുനരുദ്ധാരണം ഒക്കെ സംബന്ധിച്ച് ഹൗസിംഗ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാനായിട്ട് സാധിച്ചു. ഇതിനകത്ത് ഓരോരുത്തർക്കും ജോലി കൊടുക്കാനായിട്ടും ബാലവാടികൾ സ്ഥാപിച്ചു. സോഷ്യൽ വെൽഫെയർ ബോർഡുമായിട്ട് അവിടെ കിട്ടാവുന്ന സഹായങ്ങളെല്ലാം വാങ്ങി ബാലവാടികൾ എല്ലാം സ്ഥാപിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അന്ന് ആരംഭിച്ച സ്റ്റാറിൻ്റെ ആ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമുക്ക് തെക്കത്തുള്ള ബിഷപ്പിൽ നടക്കുന്നതായിട്ടുള്ള കമ്പാഷൻ പ്രോഗ്രാം, ECP പ്രോഗ്രാം, ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നത്. എത്ര സജീവമായി നല്ല ഉൾക്കാഴ്ചയുള്ള ഒരു നല്ല ലക്ഷ്യബോധമുള്ള, ഞാൻ പ്രവർത്തിക്കുന്ന ഈ ഇടം എങ്ങനെയായി തീരണം, എങ്ങനെയാക്കി തീർക്കണമെന്നുള്ള വളരെയധികം ലക്ഷ്യബോധമുള്ള ഒരു നല്ല പട്ടക്കാരനായി, നല്ല ഒരു പുരോഹിതനായി, നല്ല ഒരു ദാർശനികനായി, നല്ല ഒരു സ്നേഹിതനായി, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും പല കാര്യങ്ങളിലും മാതൃകയാക്കാവുന്ന ഒരു മാതൃകാ പുരുഷനായി, ഭക്തനായ ഒരു പുരോഹിതനായി ഈ പ്രദേശത്ത് നിലനിന്നു എന്നുള്ളത് ഈ സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്രകാരം മാതൃകയാക്കാവുന്ന ഒരു പുരോഹിതനായിരുന്നു, ഭക്തനായ പുരോഹിതനായി ബഹുമാനപ്പെട്ട നയനാമച്ചൻ്റെ ആയുസിനെ ഓർത്ത് നന്ദിയോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ചെറിയവർ ഓരോരുത്തരും ചെയ്തേടത്തോളമെല്ലാം എനിക്ക് ചെയ്തു എന്നുള്ള ആ ആപ്തവാക്യം അച്ഛനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ചെറിയവർ അവിടെ മിഷൻ ഫീൽഡിൽ വന്നു. ഈ ചെറിയവർ എന്തൊക്കെ ചെയ്യാമോ അവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും, അതുകൊണ്ട് ദൈവം നൽകുന്നതായിട്ടുള്ള, കർത്താവ് ഒരുക്കുന്നതായിട്ടുള്ള ആ ശ്രേഷ്ഠമായ ജീവൻ്റെ ആ പദവി, ആ ജീവഗീത ഈ അച്ഛനെ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇത് നല്ലൊരു പാത. നമുക്കും ഈ പാതയിലൂടെ ആ ജീവന്റെ കിരീടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമുക്കും ഒരുക്കി വച്ചിട്ടുണ്ട്. ആ ജീവന്റെ കിരീടത്തിലേക്ക് യാത്ര പുറപ്പെടുന്നതായിട്ടുള്ള ഈ അച്ഛൻ നിദ്രയിലാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്ന നിദ്രയാണെന്നല്ല, മരണം. അതുകൊണ്ട് ഉണരുമ്പോൾ നാം നിദ്രയിൽ നിന്നോ ഉണരുന്ന സമയമുണ്ടാവും. അന്ന് ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും. ആ കൂടിക്കാഴ്ചയായിരിക്കും, ആ സമ്മേളനമായിരിക്കും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അനുഭവം എന്നുള്ളത് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയും നമുക്ക് ഈ നിത്യമായിരിക്കുന്ന ഒരു അനുഭവം ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിട്ട് മണ്ണടിഞ്ഞു പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് പോകുന്നതിലെ നല്ലതിന് ലോകത്തിന് വേണ്ടി നമുക്ക് ഒരു ഇരുമ്പിനോട് കളിമണ്ണ് ചേരുകയില്ല, സ്വർണത്തോട് ചെപ്പ് ചേരും. സ്വർണത്തിൽ ചെപ്പ് ചേരുമ്പോഴാണ് അത് മഹിമയുള്ളതായിത്തീരുന്നത്. പാറ വന്നിടിച്ചു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. എന്നാൽ പാറയിൽ കെട്ടിടമെഴുതാലോ അത് ഉറപ്പുള്ളതായിരിക്കും. പാറയെ പൊടിച്ചു നിർത്തിയാലോ ആ പൊടി എപ്പോഴും
അതിൻ്റെ കാഠിന്യത്തിന് ഒരു കുറവും വരികയില്ല. ഈ പാറമേലാണ് അച്ഛൻ്റെ ജീവിതമാകുന്ന ഭവനം കെട്ടുപണി ചെയ്തത്. ആ ഭവനത്തിലെ അംഗങ്ങളാണ് മിഷൻ ഫീൽഡിലെ ഞങ്ങളെല്ലാവരും. ഈ ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവം അച്ഛനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു, തെക്കന്തര മിഷൻ ഫീൽഡിൽ ലഭിച്ചു. അതിന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ തക്കവണ്ണം വേണ്ടിയാകുന്നു. നമുക്കും ഈ മറയുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ സാധിക്കും അത് ചെയ്ത് ലോകത്തിന് മാതൃകയായും നമ്മുടെ തലമുറകൾക്ക് ഓർമ്മിക്കപ്പെട്ടതായും നമുക്ക് സ്വീകാര്യയോഗ്യമായിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാൻ ദൈവം ഇടയാകട്ടെ എന്ന് ഓർത്തുകൊണ്ടും ബഹുമാനപ്പെട്ട നയനോത്സവത്തെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എൻ്റെ വാക്കെടുത്ത് വിരമിക്കും. ചില നല്ല ശുശ്രൂഷകൾ പ്രത്യേകിച്ച് മേഖലയിലുള്ള മിഷൻ പ്രവർത്തനങ്ങളെ നമ്മളെ ഓർമ്മിപ്പിച്ച പ്രോഗ്രാംസിനോട് സ്നേഹമായിരുന്നു. ഇപ്പോൾ അതുകൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെട്ടതായിട്ട് നമ്മളുള്ള ശ്രമിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ അധ്യക്ഷനായിരിക്കുന്ന സെന്റ് തോമസ് മാർത്തോമായുടെ ആർട്ടിൻ്റെ വികാരിയായിരിക്കുന്ന ടി തോമസ് അച്ഛൻ, എഴക്കൂട്ട് ഇടവയുടെ വികാരിയായിരിക്കുന്ന ഡെന്റിൽ ജോൺസൺ, പ്രിയപ്പെട്ട ഫിലോ അച്ഛൻ, സെന്റ് തോമസ് ഇടവയുടെ പ്രസിഡന്റ് വികാരിയായിരിക്കുന്ന ഫിലോ അച്ഛൻ, പ്രിയപ്പെട്ട അപ്പായെ സ്നേഹിക്കുന്ന ആത്മാ സുഹൃത്തുക്കളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അപ്പാടെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി പങ്കാളികളായ പ്രിയപ്പെട്ടു. നിങ്ങളുടെയൊക്കെ സ്നേഹമാണ് അപ്പായെ നിലനിർത്തത്. അപ്പോൾ നേരുമായിട്ടൊക്കെ ഈ ആത്മബന്ധത്തിൽ ജീവിക്കാൻ അപ്പോൾ ഇവിടെ നല്ല റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. പാട്ടുപള്ളിയുമായിട്ടുള്ള ബന്ധത്തിലും എല്ലാ കുടുംബങ്ങളുമായിട്ട് സജീവമായ ഒരു ബന്ധം. അപ്പോൾ അവരുടെ വികാരിയായിരുന്നു, അച്ഛൻ വികാരിയായിരുന്നു, എന്നതിനേക്കാളൊക്കെ ഉപരിയായി അപ്പോൾ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ അപ്പോൾ സാധിച്ചു. അപ്പോൾ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, നീ അതൊരു പുറകോട്ടാണെന്ന് പറയാം. അങ്ങനെ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിൽ അച്ഛന്മാരാകുമ്പോൾ അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണെന്ന് എന്നെ പലവട്ടം ഉപദേശിച്ചു. അങ്ങനെ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അപ്പോൾ. ഈ ബന്ധം കാത്തു സൂക്ഷിക്കുന്നതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒരു വ്യക്തതയോടുകൂടിയാണ് അപ്പോൾ ആ ബന്ധങ്ങളെല്ലാം വളർത്തിയെടുക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ആ സ്നേഹവലയത്തിൽപ്പെട്ടവരാണല്ലോ ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിങ്ങളിൽ കൂടെയൊക്കെ ലഭിച്ചിട്ടുള്ള സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പുതിയ ടി തോമസ് അച്ഛന് ഈ യോഗത്തിന് അധ്യക്ഷ വഹിക്കുന്ന അച്ഛൻ നമ്മോടം തന്നെ ഇപ്രകാരം ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകേണ്ടതായിട്ട് വന്നു. അച്ഛൻ നമ്മുടെ സഭയുടെ പ്രഗത്ഭരായ പട്ടണക്കാരിൽ ഒന്നിലെ കൺവെൻഷനുകൾക്കും മീറ്റിങ്ങുകൾക്കും പഠന യോഗങ്ങൾക്കും ഒക്കെ നേതൃത്വം നൽകി. അച്ഛനെ നമ്മുടെ വികാരിയായി ലഭിച്ചതോർത്ത് അച്ഛനെ സ്തുതിക്കുന്നു. അച്ഛനെ ഈ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി വന്നിരിക്കുന്ന ഏവരുടെയും നാളത്തെ അച്ഛനോടുള്ള നന്ദി അറിയിക്കും. അച്ഛൻ നമ്മുടെ ഈ കഴിഞ്ഞ അതിന് സമയമായില്ലെങ്കിൽ പോലും അപായമായിട്ട് നല്ലൊരു സ്നേഹമുണ്ട്. അച്ഛനും ഞാനും അഭിഷേകനും ഒക്കെ ഞങ്ങളൊരു സെൻറ്ററിൽ കാപ്പിയപ്പോൾ സെൻറ്ററിൽ അച്ഛൻ കുഞ്ഞായിരുന്ന സമയം അവിടെയൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചു. അഭിഷേകച്ചനുമായിട്ടുള്ള ബന്ധം, അച്ഛനുമായിട്ടുള്ള ബന്ധം ഈ സജീവ സ്നേഹത്തിലേക്ക് കൊണ്ടുവരികയും ഇന്ന് ഇപ്രകാരം ഇവിടെ അപ്പം മരിച്ച ഓരോ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിലും സെൻറ്ററിലെ പട്ടക്കാർ ഇന്നത്തെ നേതൃത്വം വഹിച്ച പ്രിയവച്ചനും പ്രിയപ്പെട്ട അച്ഛന്മാരെല്ലാമാണ്. അവരുടെ എല്ലാം ചെയ്ത സേവനങ്ങളെ ഞങ്ങളുടെ കുടുംബം നന്ദിയോടെ സ്മരിക്കുന്നു. അച്ഛനോടുള്ള നന്ദി അറിയിച്ചു. എൻ്റെ ജോണച്ചൻ എൻ്റെ സീനിയറായിട്ട് സെമിനാരി ഉണ്ടായിരുന്നു. അച്ഛൻ എപ്പോഴും ഒരു ആത്മബന്ധം, ഒരു സ്നേഹം കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ കൊച്ചമ്മയുടെ ഇടവേൽ പിൽക്കാലയിൽ ഞാൻ വിചാരിക്കുകയായിരുന്നു. അച്ഛൻ പണ്ട് നേരെ അപ്പായുമായിട്ട് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുകയും കാര്യങ്ങളെ ഇടപെടുകയും പരസ്പര ആശയവിനിമയം ചെയ്യുന്നത്. അത്രമാത്രം സമയമൊക്കെ ചുറ്റിപ്പള്ളിയിലെ അച്ഛന്മാർ
അച്ഛന് പല ചുമതല സഭയായിട്ടുള്ള സമയത്താണ് ഭാര്യമായിട്ട് ഇത്രയും സമയമൊക്കെ ഞാൻ ചിലപ്പോൾ ആലോചിക്കും. പ്രായമുള്ളവരുമായിട്ടൊക്കെ വന്നിരുന്ന് സംസാരിക്കുക. അത് അച്ഛനായാലും അൽബാനിയനായാലും അങ്ങനെയൊക്കെ വന്ന് സംസാരിക്കണമെങ്കിൽ അത്രമാത്രം ഒരു അടുപ്പമുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. പ്രായമുള്ളവരെ പല കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും പിന്നെയും പറയുന്നത്. അതൊക്കെ അത്രമാത്രം സ്നേഹത്തോടെ കേട്ടിരിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ലഭ്യമാണ് അച്ഛൻ ഇന്നും ഈ പ്രാർത്ഥനയ്ക്ക് വന്ന് സംബന്ധിച്ചതിലുള്ള കടപ്പാട് സ്നേഹം അറിയിക്കുന്നു. അച്ഛനോടുള്ള നന്ദി അറിയിക്കും. പ്രിയപ്പെട്ട പലരും ഇവിടെ വന്നല്ലോ. പി വി ജോസാറ് ഇവിടെ സ്മരിച്ചു, അമ്മമ്മ ഇവിടെ സ്മരിച്ചു, റോബർട്ട് സാർ ഇവിടെ അപ്പായെക്കുറിച്ച് സ്മരിച്ചു. പ്രിയപ്പെട്ടവരുടെ എല്ലാം നല്ല സ്മരണകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ കൂടെ കുടുംബത്തിന് ലഭിച്ച നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പാട്ടുപള്ളിയുടെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവർ ജോലിയൊക്കെ അവരുടെ സമയം ഈ പ്രിയപ്പെട്ട വേർപാടുകൾ നമ്മളെ എല്ലാ തൊഴിലിനങ്ങൾക്കും മുൻനിരയിൽ ഉണ്ടായിരുന്നത് ജോലി കമ്മിറ്റി അംഗങ്ങൾ, ഈ പ്രാർത്ഥനാ കൂട്ടം, മറ്റു പ്രാർത്ഥനാ കൂട്ടങ്ങൾ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട പ്രൊഫസർ ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും അപായമായിട്ട് ആരാധന ചെയ്യുകയും സഹകരിക്കുകയും ചെയ്യുന്ന പി പി ജോസാർ, തോമസ് ജോഫ്നാൻഡ് സാർ, പ്രിയപ്പെട്ട തോമസ് കുട്ടിച്ചാൻ, പ്രിയപ്പെട്ട ഇങ്ങനെ എല്ലാവരുടെയും സഹകരണം അപായക്ക് ലഭിച്ചു. ഇങ്ങനെയൊക്കെ കരുതലിനെയും സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷകരായി വന്ന റോബർട്ട് സാറ്, ഞാനും സുരേഷ് ജോസാർ, പ്രിയപ്പെട്ട കാരുണ്യ സംഘം അംഗങ്ങൾ, പ്രാർത്ഥനയിൽ ഇടയിൽ വന്നിട്ടുള്ള മെമ്പേഴ്സ്, അപ്പോൾ ആ ചുമതല വഹിച്ച ഇടവുകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ, നമ്മുടെ ഈ സ്കൂൾ വിശ്വം പബ്ലിക് സ്കൂളിൻ്റെ സ്റ്റാഫ്, ടീച്ചേഴ്സ്, എല്ലാവരോടുമുള്ള നന്ദി കരയിക്കുക. എല്ലാവരുടെയും കരുതൽ സ്നേഹം ഞങ്ങളുടെ കുടുംബാംഗ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കുന്നു. ഇവിടെ താമസിക്കുന്ന ഈ ഹോൾ ഇങ്ങനെ ഇവിടെ ഞങ്ങളുടെ അത്ഭുതത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരോടുള്ള നന്ദി കരയിക്കുന്നു. ഈ പ്രകാരം ഈ പ്രാർത്ഥന ക്രമീകരിച്ച് എല്ലാവരും സഹിച്ച് തുടർന്ന് ഒരു ഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാവരും പങ്കെടുക്കട്ടെ. പ്രഭാവവും ഓഫീസിന് നമ്മുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റിലാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് എല്ലാവരും സഹകരിക്കണമെന്ന് ഓർത്തിരിക്കും. വീണ്ടും നമുക്ക് കാണുവാൻ, സ്നേഹങ്ങൾ പുതുക്കുവാൻ ദൈവം നടത്തുന്ന വലിയ ജീവിതങ്ങളെ വലിയ ഓർത്ത് ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകൾ എൻ്റെ എല്ലാ കൃതജ്ഞരും നിങ്ങളോട് എവരോട് അറിയിക്കുന്നു. എനിക്ക് താമസിച്ചത് കൊച്ചിനെയും നമ്മളോടുകൂടെ ഈ മീറ്റിംഗ് സംബന്ധിക്കുന്നുണ്ട്. കൊച്ചിനോട് ഉള്ള നന്ദി കരുതിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഇടുന്നു. അച്ഛനോടും കുടുംബാംഗങ്ങളോടും ഒരു പ്രാർത്ഥന ക്രമീകരിച്ചത് ഇവയുടെ സന്തോഷവും സ്നേഹം അറിയിക്കുന്ന പ്രിയ ദയാശിയുടെ നല്ല ഓർമ്മകൾ അതൊക്കെ പങ്കിടുവാൻ ഈ പ്രാർത്ഥന നമുക്ക് സാധിച്ചു. അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ച് ആശ്വാസം അധികാരമുള്ളവനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, താൽക്കാലിക ആയുസ്സിൽ നിത്യമായ ആയുസ്സിലേക്ക് മാറ്റപ്പെട്ട ഞങ്ങളുടെ പ്രിയ പിതാവായ ജ്ഞാനാനന്ദനച്ഛൻ്റെ ധന്യമായ ജീവിതത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന 97 വർഷക്കാലം ഈ ഭൂമിയിൽ അനുഗ്രഹകരമായ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം, അങ്ങയ്ക്ക് വേണ്ടി അനേകരെ നേടുവാൻ തക്കവണ്ണം, അനേകരുടെ ജീവിതങ്ങളിൽ അപ്പമായി തീരുവാൻ തക്കവണ്ണം എൻ്റെ ദാസനെ അവിടുന്ന് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച വലിയ കരുണയ്ക്കായി സ്തുതിക്കുന്നു. അതിനായി കൊടുത്ത ദർശനങ്ങൾക്കായി, സമർപ്പണങ്ങൾക്കായി, ജീവിത സാഹചര്യങ്ങൾക്കായി സ്തോത്രം. സഭയുടെ മഹത്വകരമായ ശുശ്രൂഷയിലേക്ക് നിന്റെ ദാസനെ വിളിച്ച് വേർതിരിച്ച് സഭയിലൂടെ ഈ സമൂഹത്തിലും ചുറ്റുപാടുകൾക്കും നന്മ പകരുവാൻ തക്കവണ്ണം അവിടുന്ന് ഉപയോഗിച്ച വലിയ കരുണയ്ക്കായി സ്തോത്രം. കർത്താവേ, അനേക ജീവിതാനുഭവങ്ങളൊക്കെ ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പ്രിയദാസനിലൂടെ ഇടയായിട്ടുണ്ടല്ലോ. കർത്താവെ, ആ ജീവിതാനുഭവങ്ങളൊക്കെ
ഈ ലോകത്തിൽ തുടർന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ഇപ്പോൾ ഞങ്ങൾ കേട്ടതിനപ്പുറമായി അനേക ജീവിതങ്ങളിൽ നിന്റെ ദാസനിലൂടെ ദൈവമേ നീ ഇടപെട്ട വലിയ കരുണയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദാനമായി കൊടുത്ത മക്കൾക്കായി സ്തോത്രം, അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം. ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെയൊരു സ്കൂൾ സ്ഥാപിക്കുവാനൊക്കെ അവിടുന്ന് കരുണ ചെയ്തുവല്ലോ. അത് അനേക കുഞ്ഞുങ്ങൾക്കും അവരുടെ ജീവിതങ്ങൾക്കുമൊക്കെ ധന്യമായ അനുഭവമായി തീർത്തിരിക്കുന്നതിനാൽ സ്തുതിക്കുന്നു. തെക്കൻ തിരുവിതാംകൂറിൻ്റെ പ്രദേശങ്ങളിൽ സൗത്ത് ട്രാവൻകൂർ ഏജൻസി ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള അനുഗ്രഹീതമായൊരു സംഘടനയെ ആരംഭിപ്പാൻ, അവിടെയുള്ള വികസനങ്ങൾ സാധ്യമാക്കുവാൻ നിന്റെ ദാസനെ അവിടുന്ന് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചതിനാൽ സ്തുതിക്കുന്നു കർത്താവേ. ഈ പ്രദേശങ്ങളെയൊക്കെ അവിടുന്ന് നിന്റെ മകനിലൂടെ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. നിന്റെ ദാസനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച സ്നേഹത്തിനായി, കരുതലിനായി എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റീസ്നേനാനച്ചനെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ കാലടികൾ പിന്തുടർന്ന് ഈ ലോകത്തിലെ ഉപ്പായി വെളിച്ചമായി തീരുവാൻ തുടർന്നും ഇടയാക്കണമേ. മക്കളെ എല്ലാവരെയും അവിടുന്ന് ആശീർവദിക്കണമേ. അവരെയൊക്കെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹീതമായ സാക്ഷ്യം നിർവഹിച്ച് ഈ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയദാസൻ്റെ ആ സ്നേഹവും കരുതലും ഓർത്ത് ഇന്നിവിടെ ചേർന്ന് വന്ന ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ആശീർവദിക്കണമേ. ആ സ്നേഹത്തിൻ്റെ നല്ല സാക്ഷികളാക്കി ഞങ്ങളെ എല്ലാവരെയും നിലനിർത്തണമേ. ഇപ്പോൾ പിരിയുന്നു, പിരിയാത്ത സാന്നിധ്യത്താൽ നിറച്ച വഴി നടത്തണമെന്ന് യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരയണമേ. തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദോഷങ്ങൾ നിരക്ഷിച്ചു കൊള്ളണമേ. ഇതുകൊണ്ട് നാൾ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം പ്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കൃപകളും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും, പ്രത്യേകിച്ച് പ്രിയാച്ചനിൽ വെച്ചു പോയിരിക്കുന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ജീവിതാനുഭവങ്ങൾ പകർത്തുന്ന എല്ലാ സാക്ഷി അനുഭവങ്ങളോടും കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവരും